ഷിഗല്ലയെക്കുറിച്ചുള്ള ന്യൂസ് കേട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണെന്ന് എനിക്കറിയാം. ഷിഗല്ല വലിയവരിലും ചെറിയ കുട്ടികളിലും വരുന്ന ഒരു അസുഖം തന്നെയാണ്. കുട്ടികളിൽ മാത്രമല്ല ഇത് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. മലിനമായിട്ടുള്ള ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. കുടലിൻ്റെ അകത്ത് അണുക്കൾ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനെ തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം, ഛർദി, പനി, നിർജ്ജലീകരണം എന്നിവ വരുന്നു. സാധാരണഗതിയിൽ കൂടുതലായിട്ട് വൈറസ് ബാധയെ തുടർന്നാണ് വയറിളക്കവും ഛർദിയും ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഷിഗല്ലയെ പോലത്തെ ബാക്ടീരിയ കുടലിൻ്റെ അകത്ത് നീർക്കെട്ടുണ്ടാക്കുന്നതിനെ തുടർന്ന് നമ്മുടെ വയറിളക്കത്തിൻ്റെ അകത്ത് രക്തവും കഫവും ഒക്കെ കാണപ്പെടുന്നു. കുഞ്ഞുങ്ങളിൽ ഇത് നിർജ്ജലീകരണം ഉണ്ടാക്കുന്നു. ഈ ഇൻഫെക്ഷൻ്റെ ടോക്സിൻ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെല്ലുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് സെപ്സിസും മറ്റ് അവയവങ്ങളിലേക്ക് ഇത് ബാധിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വെള്ളം ചുറ്റുപാടുകളൊക്കെ എപ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം കഴിക്കുക. ആൻഡ് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക. ഇത് അണുബാധയ്ക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ള ചികിത്സ ചെയ്യേണ്ട ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിർജ്ജലീകരണം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളിൽ വയറിളക്കവും ഛർദിയും കാണുകയാണെങ്കിൽ ഭയപ്പെടാതെ എത്രയും പെട്ടെന്ന് ചികിത്സ തേടാനായിട്ട് ശ്രമിക്കുക. താങ്ക്